എല്ലാ പ്രേക്ഷകർക്കും 2025 വർഷത്തേക്ക് സ്വാഗതം. എല്ലാ ബ്രോസിനും എല്ലാ സിംഹകുട്ടി പ്രേക്ഷകർക്കും. ഞാനിന്ന് വന്നിരിക്കുന്ന സബ്ജക്റ്റ് പാർട്ട് 2 ആണിതിൽ. മലയാള സിനിമയുടെ അടിസ്ഥാനം നൽകിയ ദൈവത്തെ മറന്നിരിക്കുകയാണ്. അതായത് ദൈവത്തെ ആരാണോ അടിസ്ഥാനം നൽകിയവരാണല്ലോ നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത്. അതിൻ്റെ ദൈവത്തെ മറന്നിരിക്കുകയാണ്. അതിൽ ഞാൻ പാർട്ട് 1 ജോസഫ് ചെല്ലയ്യ ദാനിയൽ നാടാരെക്കുറിച്ച് പറഞ്ഞു. മലയാള സിനിമയുടെ പിതാവിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം സിനിമയിലേക്ക് മലയാള ഇൻഡസ്ട്രിക്ക് തുടക്കം കുറിച്ച് എങ്ങനെയെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് മറക്കണമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമതൊരാളുണ്ട്. അതായത് അതിൽ ഞാൻ മലയാളത്തിലൊരു കുഞ്ഞു ചരിത്രം പറയാം. നമ്മുടെ നാട്ടിൽ എൻ്റെ ബാല്യകാലത്ത് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കാൻ പോലും പറ്റില്ല. വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. സ്ത്രീകളൊന്നും മരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവരെ കുറ്റം പറയും. ഫുള്ള് റെസ്ട്രിക്ഷൻ ലോകത്തിലായിരുന്നു എൻ്റെ ബാല്യകാലത്ത് ഞാൻ സ്ത്രീകളെ കണ്ടിട്ടുള്ളത്. അവർക്കൊരു ഇഷ്ടപ്പെട്ട ഒരു മോഡൽ പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരുപാട് പിന്നെ നാട്ടിൽ മൊത്തം ഒരുപാട് ചട്ടക്കൂടുകൾ. ഈ കാലഘട്ടം 1976 ഞാൻ ജനിക്കുകയാണ്. 80-81 കാലഘട്ടം തൊട്ടതിന് ഞാൻ കാണുന്നത് 1981 ഓർമ്മിക്കണം. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാനത് 90 കണ്ടു, 95 വരെയും കണ്ടു. 95 ശേഷമൊക്കെയാണ് മലയാളക്കര വല്ലാതെ അങ്ങ് മാറി തുടങ്ങിയത്. പക്ഷേ ആ കാലഘട്ടത്തിന് മുൻപ് 1900 സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? അതിന് ഞാൻ നേരത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ നിങ്ങളായിരിക്കണം, ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ഒരാൾ വിവാഹം ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്രമാണിക്ക് കഴിച്ചിട്ടേ മറ്റേ കഴിക്കാൻ പറ്റൂ. ഒന്ന് രണ്ടാമത് ചിലയിടത്തൊക്കെ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ പോലും ഒരു താല്പര്യമില്ലെങ്കിൽ പോലും മുന്തിയ ആളിനെ വീട്ടിൽ കയറ്റിയിട്ട് അതിൽ കുട്ടികൾ ജനിച്ചാൽ മാത്രമേ ദൈവികതയുള്ളൂ. അതിലെന്തോ വലിയ സംഗതി നടക്കും. അതിൽ എന്തോ ഒരു ബ്രഹ്മത്വം പറഞ്ഞിട്ട് സ്വന്തം നിങ്ങൾ ഇന്നത്തെ കാലത്ത് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ നാട്ടിൽ നടക്കാൻ സമ്മതിക്കുമോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാൽ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ പോലും ആ ബ്രഹ്മത്വത്തിൻ്റെ പേരിൽ സ്ത്രീകൾ മറ്റൊരാൾക്ക് കീഴ്പ്പെട്ട് കൊടുത്ത് ജീവിച്ചിരുന്ന കാലം. ജനിച്ച കുട്ടികൾ അച്ഛനായിരുന്നു പോലും അറിയാൻ പറ്റില്ല. സ്ത്രീകളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ആ കാലത്തിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെയുള്ള കാലത്ത് ഒരു സ്ത്രീ, പ്രത്യേകിച്ചൊരു ശൂദ്ര സ്ത്രീ, ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്ന അവർക്ക് വേണ്ടി ഇന്ന് ധാരാളം സംവരണങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കും വന്നത്. അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഒരു ഉന്നത കുല ജാതയായിട്ട് ചെയ്ത, അതിന് പോലും അന്ന് പെർമിഷൻ ഇല്ലെന്ന് അറിയിക്കണം. ആക്ടിങ്ങിന് പോലും നമുക്കൊരു ഉന്നത കുല ജാതക്കാരനായിട്ട് ഒരു താഴേക്കുള്ള ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. അതൊരു ഉന്നത കുലനാണെങ്കിൽ ഓക്കെ. അപ്പോൾ ആലോചിക്കണം, 1990 ഞാൻ കണ്ടിട്ടുണ്ട് ഈ വിഷയങ്ങൾ. ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടുണ്ട് കുറേ. അത് പിന്നെ കലകളിൽ കൂടി മറ്റു പലതിലും കൂടി സൗഹൃദത്തിൽ കൂടി വേറൊരു വിദ്യാഭ്യാസം ഒരുപാട് പേര് ത്യാഗം ചെയ്തിട്ടാണ് അത് മാറി വന്നെങ്കിൽ പോലും ഇപ്പോഴും ആ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെല്ലാം അതിജീവിച്ച് ഈ ജോസഫ് ചെല്ലയ്യ ദാനിയൽ നാടാർ സിനിമ പിടിക്കുകയും ആ സിനിമയിൽ നായിക അന്വേഷിക്കുകയും പുറത്തുനിന്ന് നായികയെ കൊണ്ടുവന്നിട്ട് അത് അവർക്ക് പറ്റാതെ വരികയും അവരെ പിന്നെ അദ്ദേഹത്തിന് മാറ്റേണ്ടി വരികയും നാട്ടിൽ പൊതുവേ ഇദ്ദേഹത്തെ പോലുള്ള ടോപ്പ് ഗിയറിലുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട് അന്ന് നൃത്തമൊക്കെ വളരെ സജീവമാണ് കേട്ടോ. അന്ന് കാലത്ത് നൃത്തം ചെയ്തിരുന്നവരൊക്കെ ഞാൻ പറയണില്ല ആരുടെയും, അങ്ങനെ പറയുമ്പോൾ ഒരു ജാതിയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആയിപ്പോവും. കാരണം അവർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നൃത്തമൊക്കെ. അപ്പോൾ നല്ല കലാകാരികളുണ്ടായിരുന്ന നാടാണ്. എന്നിട്ട് പോലും ദാനിയലിന് ആ സിനിമയിലൊരു നായയെ കിട്ടില്ല. എന്തുകൊണ്ട്? ദാനിയൽ ആരായിരുന്നു? ദാനിയൽ ടോപ്പിലെ ആളല്ല. അന്നത്തേൽ താഴേക്കിടയിൽ നിന്ന് ഉള്ളതിൽ നോക്കുമ്പോൾ ഇത്തിരി മുകളിലുള്ള ഒരു വിഭാഗം എന്നുള്ളതേ ഉള്ളൂ, ഇച്ചിരി മുകളിലുള്ള. എങ്കിലും മറ്റൊരു ഇവരും 7 അടി മാറി തന്നെ നിൽക്കണം. മറ്റൊരു 14 അടിയാണെങ്കിൽ ഏറ്റവും ഈ അഭിനയിച്ച കുട്ടിക്ക് 28 അടി മുതൽ പിന്നെ പറയണ്ട, അങ്ങ് അറ്റം വരെ പോകണം. ഇദ്ദേഹത്തിൻ്റെ ഇതിൽ അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, പഴയകാലത്ത് എത്ര അടിക്ക് അപ്പുറത്തേ നിൽക്കാവൂ എന്നുള്ളത് ഓരോ ജാതി അനുസരിച്ച്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അപ്പം ആ നായികയെ കിട്ടാതെ വരികയും ഒരു നായികയെ കൊണ്ടുവരുന്നു. ആ നായികയുടെ പേരാണ് ഞാനിവിടെ ആലോചിക്കുന്നത്,
പറയുന്നത് പൗലോസ് കുഞ്ഞി റോസി. മലയാളക്കരയ്ക്ക് ഇന്ന് ഓർമ്മയുണ്ടോന്നോ? മലയാളത്തിലെ മുന്തിയ നായികമാരൊക്കെ ഇന്ന് സൂപ്പർ താരങ്ങളായിട്ട് ഈ വേൾഡ് വൈഡ് വിലസുകയാണ്. കോടികൾ പ്രതിഫലം വാങ്ങുകയാണ്. മലയാളത്തിൽ നിന്ന് വന്ന നായികമാരിപ്പോൾ 5 മുതൽ 15, 20 കോടി രൂപ വരെ ഈടാക്കി തുടങ്ങി ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന്. ഇവരാരെങ്കിലും അല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രി എങ്കിലും ഇവരെ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ അവരുടെ ഈ 2025 ഞാൻ അത് നിങ്ങൾ ഓർമ്മിക്കാനാണ് ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഫെബ്രുവരി 10, 1903 ജനിക്കുന്നു. ജനനം 1988 മരണം. ഇവരുടെ ജീവിതം നമ്മളൊന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. സ്ഥലം തൈക്കാട്, തിരുവനന്തപുരത്ത്, നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലാണ് ജനിക്കുന്നത്. തൊഴിൽ അവരൊരു നടി തന്നെയായിരുന്നു. 1928 മുതൽ 1930 വരെ സജീവമായിട്ട് നിന്ന്. അപ്പോൾ ആലോചിച്ചോളൂ, വളരെ കുറച്ച് കാലം. കുട്ടികൾ 2 ഉണ്ടെന്ന് പറയണു, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ജാതി പുലയർ. ഞാൻ ഈ ജാതി ഓർമ്മിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇൻഡസ്ട്രിയിൽ എങ്ങനെ പോകുന്നു എന്ന് കാണിക്കാനാണ് ഓർമ്മിക്കുന്നത്. ഇവരെന്തുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നില്ല എന്നറിയാം. പുലയർ. അച്ഛൻ പൗലോസ് പാചകക്കാരനായിരുന്നു. ഞാൻ അമ്മയുടെ പേര് എഴുതിയെടുത്തിട്ടില്ല. പഠനം കലയിൽ കാക്കശ്ശി നാടകം. അന്നത്തെ കാലത്ത് തെരുവുകൾ തോറും അല്ലെങ്കിൽ ഒരിടത്ത് പോയും ചെയ്തു വന്നിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു നാടകങ്ങളുണ്ട്. നാടകങ്ങളൊക്കെ ആയിരുന്നു ഒന്ന് സജീവം. കാക്കശ്ശി നാടകത്തിൽ പെർഫോമിംഗ് ആർട്സ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. ഈ താഴെയുള്ള ഭർത്താവ് കേശവൻ, ട്രക്ക് ഡ്രൈവർ, അത് നമ്മൾ ലോറി ഡ്രൈവർ. അത് ചരിത്രം. ഈ നായികയെ കിട്ടാതെ ഈ ദാനിയേൽ ഈ പുലിയർ വിഭാഗത്തിൽ വരുന്ന കാക്കശ്ശി നാടകം കളിക്കുന്ന കുട്ടിയെ നായികയാക്കി കൊണ്ടുവരികയും അവരെ ഉന്നത കുലജാതിയിലുള്ള ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ട് അവതരിപ്പിച്ചു. അവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. ഈ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നം അവിടെയാണ്. ഈ ചിത്രത്തിൽ ഇവർ വരുന്നത് ഉയർന്ന ജാതിക്കാരിയായിട്ടാണ്. അതായത് ആൾ പുലയർ വരുന്നത് ഉയർന്ന ജാതിക്കാരിയായിട്ട്. അന്നത്തെ ജാതി വ്യവസ്ഥയിൽ അവർ തിയേറ്റർ തീയിട്ടു. ഇവരെ നാട്ടിൽ നിന്ന് ഓടിച്ചു. കുടുംബത്തോളം ജീവനിൽ ഭയം കൊണ്ട് അവർ നാട് വിടുന്നു. കുടുംബത്തോടെ. ഞാനാണ് പറഞ്ഞത് 1981, 90, 95 ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇവർ നാട് വിടുന്നു. പിന്നെ എവിടെയോ ജീവിച്ചു, എവിടെയോ മരിക്കുന്നു. ശരി, അത് കഴിഞ്ഞു. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ആ സിറ്റുവേഷനെ ഞാനും മനസ്സിലാക്കുന്നു. പ്രേക്ഷകരായ നിങ്ങൾക്കും അറിയാമല്ലോ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ നമ്മളും ഈ 1950 പോലും നിങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ടൊക്കെ പോയാൽ മനസ്സിലാവും. ജർമ്മനിയുടെയൊക്കെ ജസ്റ്റ് ഇതിലൊന്നും ഓർമ്മിച്ചേ ഉള്ളൂ. അവിടെയും പല വിഭാഗത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിനും എത്രയോ വർഷം മുൻപേ നമ്മളെ സംസ്കാരം, ഭാരത സംസ്കാരം, അത് തെളിവുണ്ട്. 2 കോടി മുതൽ 5 കോടി പേരെ കൊന്നതിന് ഏകദേശം കണക്കുണ്ട് 1950 പോലും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭാരത സംസ്കാരത്തിൽ എന്തുമാത്രം സ്ത്രീകളായിരിക്കും മരിച്ചിട്ടുണ്ടെന്ന്. ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം കോടിക്കണക്കിന്. നമ്മളിൽ ഒരു ചലഞ്ചിങ്ങും ഇല്ല, ഒരു തെളിവില്ല. രണ്ടാമതോ, സ്ത്രീകൾ ഭർത്താവ് ചത്താൽ കൂടെ ചാടിച്ചാവണം. ചിന്തിച്ചു നോക്കിയേ. അതും ഒരു വിഭാഗത്തിനേ ഉള്ളൂ, മറ്റവനില്ല. ടോപ്പിലുള്ളവൻ അതില്ല എന്ന് ഓർമ്മിക്കണം നിങ്ങൾ. ഉന്നത കുലത്തിലുള്ളവനില്ല. ഏറ്റവും ടോപ്പുകാർക്ക് അതുമില്ല. താഴോട്ട് വരുമ്പോഴാണുള്ളത്. അനുഭവിച്ചവൻ. ആ കാലഘട്ടത്ത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ നടിയാക്കുകയാണ് ദാനിയേലിനെ. ഈ നടിയെ എന്തുകൊണ്ടും മലയാള സിനിമ 2025 ഓർമ്മിക്കുന്നില്ല. മലയാള സിനിമയിലെ നടിമാരാണ്, ഞാൻ പറഞ്ഞില്ലേ, 20 കോടി വരെ ഇപ്പോൾ പ്രതിഫലം വാങ്ങുന്നു. അവരെ പേരിൻ്റെ അറ്റത്തൊക്കെ വാലുണ്ട് കേട്ടോ. ചെറിയൊരു വാൽ അവർ വെച്ചിട്ടുണ്ട്. പലരും വാല് കൊണ്ട് നടക്കുന്നു. എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല? അതാണ് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറയണത്. അതായത് എന്തുകൊണ്ട് ഓർമ്മിക്കണമെന്ന് ഞാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവരും മലയാള ഇൻഡസ്ട്രിയിൽ ഇന്നും ജാതി സൗണ്ട്, മതമുണ്ട്. ബിസിനസ്സിലില്ല. ഞാൻ വീണ്ടും പറയണു, വർക്കിലില്ല. പക്ഷേ ഒരാളിൻ്റെ ഉള്ളിൽ നമ്മൾ വന്ന അടിസ്ഥാനം താഴ്ന്ന ജാതിയുടെ റിസ്ക് കൊണ്ടാണ്, താഴ്ന്ന ജാതിയിലുള്ളവരാണ് ഇത് വളർത്തിക്കൊണ്ടുവന്നതെന്നും ആ വളർച്ചയുടെ ഫലമാണ് ഞാനും ഇവിടെ നിന്ന് കോടികൾ വാങ്ങിച്ചുണ്ടെന്നും ഇന്ന് എൻ്റെ വീട്ടിൽ 5 ജാഗ്വാർ കിടക്കണമെങ്കിലും 4 മെഴ്സിഡസ് ബെൻസ് കിടക്കണമെങ്കിലും ഞാൻ 10 കോടി രൂപ വരെ ഫ്ലാറ്റിൽ വയ്ക്കണമെങ്കിലും ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിലും പറയാൻ ആരും തയ്യാറല്ല. ഓർമ്മിക്കപ്പെടാൻ പോലും ആരും ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ പുലയറായതുകൊണ്ട് മാത്രമാണ്. അവരൊരു മേനോനോ ഒരു ബ്രഹ്മത്വമുള്ളവരോ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിലുള്ള കുലജാതരോ, വിഷ്ണുവിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, ടോപ്പ് ജാതിക്കാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ 100,000 പേര് ഇപ്പോഴും
കൊട്ടിഘോഷിച്ചേനെ. ഞാൻ അന്നത്തെ ജാതിയുടെ വ്യവസ്ഥയാണ് പറഞ്ഞത്, ഇന്നത്തെ എല്ലാം ഞാൻ പറയണില്ല. അത് എന്തുകൊണ്ടത് ഇവരെ ഓർമ്മിക്കുന്നില്ല? ഓർമ്മിക്കാത്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. എന്തേ? നമ്മൾ അടിസ്ഥാനം താഴേക്കിടയിലുള്ള ഒരു സാധാരണ ഏറ്റവും താഴ്ന്നെന്ന് പറഞ്ഞ് തള്ളപ്പെട്ടിരുന്ന ഒരാളാണ് കൊണ്ടുവന്നെന്ന് പറയാൻ നമുക്കിപ്പോഴും മടി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2025 ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവരും ജാതി കൊണ്ട് നടക്കണില്ലേ? മതം കൊണ്ട് നടക്കണില്ലേ? മലയാള ഇൻഡസ്ട്രി ഇപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെ പേരിലല്ലേ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, PK റോസിയുടെ പേരിൽ ഒരു 5 കോടി രൂപ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിട്ട് ആ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ചിത്രത്തിന് 5 കോടി രൂപ, ആ അവാർഡിൻ്റെ പേര് PK റോസി എന്നാക്കാത്തത്? PK 15-20 കോടി രൂപ എന്നെ വാങ്ങണ നടിമാരുണ്ടല്ലോ ഇപ്പോൾ. അതും പോട്ട് നടിമാർക്ക് തന്നെ സംഘടനയില്ലേ? അവർ പോലും ഇതുവരെക്കുറിച്ച് മിണ്ടില്ല. ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടാൻ കരുതി യുദ്ധം ചെയ്തവരാണ്. സ്ത്രീയെ ആദ്യം പുറത്തു കൊണ്ടുവന്നവരാണ്. ഇന്ന് മലയാള ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് ഇന്ന് ഒരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകൾ വാദിക്കുന്നുണ്ട്. ഈ 2025 ആ സ്ത്രീകൾ ഈ കോടികൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തേ നിങ്ങളുടെ സംഘടന വഴി ഇവരെ ഒന്ന് ഓർക്കാത്തത്? എന്തേ നിങ്ങൾ ഇവർക്ക് വേണ്ടി അനുശോചനം കണ്ടെത്താത്തത്? എന്തേ നിങ്ങൾ ഈ സ്ത്രീയുടെ കുടുംബം എവിടെയുണ്ടെന്ന് അന്വേഷിക്കാത്തത്? എന്തേ സ്ത്രീയുടെ മക്കൾക്ക് ആർക്കെങ്കിലും വിളിച്ച് പഴയതിന് ഞങ്ങളുടെ സമൂഹം ചെയ്തതിനൊരു ക്ഷമ പറയാത്തത്? എന്നിട്ട് അവരെ ആദരിക്കാത്തത്? ആ കുടുംബത്തിന് വേണ്ട ഫണ്ട് എത്തിച്ചു കൊടുക്കാത്തത്? അവരിവിടെ ജീവിക്കുന്നു എന്ന് പുറലോകം കാണിക്കാത്തത്? എന്തേ കാണിക്കാത്തത്? ഞാൻ പറയണു, നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന ജാതി വ്യവസ്ഥയാണ്, നീറുന്ന മതവ്യവസ്ഥയാണ്. ഈ 2025 വിദ്യാഭ്യാസം നേടിയില്ലേ? ലോകം കണ്ടില്ലേ? മലയാള ഇൻഡസ്ട്രി സിനിമ വ്യവസായം വളർത്തിക്കൊണ്ട് വന്നവരെ പേരിൽ നിങ്ങൾ കോടികൾ ഇന്ന് കൊയ്യണില്ലേ? വമ്പൻ പരിപാടികൾ നടത്തുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തേ നമ്മുടെ അടിസ്ഥാനം തന്ന അമ്മയെ മറക്കുന്നത്? അങ്ങനെയാണല്ലോ ദൈവത്തെ പ്രസവിച്ച അമ്മ അല്ലേ? അതാണല്ലോ. അങ്ങനെ വരുമ്പോൾ ദൈവത്തെ പ്രസവിച്ച അമ്മയാണ് PK റോസി. ദൈവമായിട്ട് അവതരിപ്പിച്ചതാണ് ഡാനിയൽ നാടാർ. എന്തേ നിങ്ങൾ ഓർമ്മിക്കാത്തത്? എന്തേ ഇവരെ പേരിൽ നിങ്ങൾക്ക് വലിയ വലിയ അവാർഡുകൾ വയ്ക്കാൻ കഴിയാത്തത്? ഒരു ബുദ്ധിമുട്ടില്ല, ചുമ്മാ സ്പോൺസർ കിട്ടും. നിങ്ങൾ തന്നെ അധ്വാനിക്കണ പൈസ കോടികൾ വരും. അതിൽ നിന്ന് ഇത്തിരി മാറ്റിയാൽ പോലും ചെയ്യുക. എന്തേ നിങ്ങൾ ചെയ്യാത്തത്? പറയൂ. ഞാനതാണ് എൻ്റെ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും പറയണതാണ്. നിങ്ങൾ എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും, നിങ്ങൾ എത്ര വലിയ രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തെടുത്താലും, അതിൽ നിന്ന് വരുന്ന എല്ലാ ഉപകാരങ്ങളും പണവും എല്ലാവരും സ്വീകരിക്കും. പക്ഷേ നിങ്ങൾ താഴേക്കിടയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ അവർ മറക്കും, അല്ലെങ്കിൽ മറന്നതുപോലെ അഭിനയിക്കും. രണ്ടാമത്, അവരൊരിക്കലും ഞങ്ങളെ അടിസ്ഥാനം ഇങ്ങനെയാണെന്ന് പറയാൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് വലിയ വലിയ അവാർഡുകളൊന്നും വയ്ക്കാത്ത. അല്ലെങ്കിൽ ഒരു ഓസ്കർ പോലെ മലയാളം ഓസ്കർ വയ്ക്കേണ്ടതില്ലേ? മലയാളം ഓസ്കർ വെച്ച് ആരെ പേരിൽ വയ്ക്കും? തിക്കുറിശ്ശിയുടെ പേരിൽ വയ്ക്കുമോ? നസീറിൻ്റെ പേരിൽ വയ്ക്കുമോ? സത്യൻ്റെ പേരിൽ വയ്ക്കുമോ? മോഹൻലാലിൻ്റെ പേരിൽ വയ്ക്കുമോ? മമ്മൂട്ടിയുടെ പേരിൽ വയ്ക്കുമോ? വയ്ക്കാൻ പറ്റൂല. കാരണം ഇവരൊന്നും അല്ല സിനിമ ഉണ്ടാക്കിയത്. ഇവരൊക്കെ സിനിമയെ വളർത്തിയവരാണ് പിന്നീട്. അല്ലെങ്കിൽ ഇന്ന് സുഖിച്ച് നടക്കുന്നവരാണ് പിൽക്കാലത്ത് ഇപ്പോഴുള്ളവരൊക്കെ, നടന്മാരൊക്കെ. അങ്ങോട്ട് പോകണില്ല. പക്ഷെ നമ്മുടെ അടിസ്ഥാനം തന്നവരെ ഇവിടെ പോകുമ്പോഴിവരെ പേരെ പറയാൻ പറ്റും, പ്രൂഫോടെ, തെളിവോടെ. ചരിത്രം ഇനിയിപ്പോൾ ഒളിപ്പിക്കാൻ പറ്റില്ല. ഗൂഗിളിലടക്കം എല്ലാം റെക്കോർഡിക്കലായി കഴിഞ്ഞ്. ഗൂഗിളും ഇന്നലെ PK റോസിയെക്കുറിച്ച് ഓർമ്മിച്ചിരുന്നു. അതുകൊണ്ടാണ് 2025 ഞാൻ നിങ്ങളുടെ മുമ്പ് ഇതെത്തിയത്. എന്നിട്ട് ഞാനതാണ് ഇപ്പോഴും മലയാള ഇൻഡസ്ട്രിയിൽ ഈ കാലഘട്ടത്തിലും എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, ബിസിനസ്സിലില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഈ പറയണ ചങ്ക് പറിച്ച ജാതി വ്യവസ്ഥയുണ്ട്, ചങ്ക് പറിച്ച മതവ്യവസ്ഥയുണ്ട്. എല്ലാവരും ഉണ്ട്. അത് ഇന്നാളെന്നൊന്നുമില്ല. ഇവിടെ ആരും അത് ഇല്ലെന്നൊന്നും പറയണ്ട. അത് നന്നായിട്ട് എല്ലാവരും ചങ്കിൻ്റെ ഉള്ളിൽ ചങ്കടിച്ച് തന്നെ കൊണ്ട് കിടക്കണത്. അങ്ങനെയുള്ള ഇവരെ എതിർക്കാൻ പുതിയ തലമുറയിലെ ബ്രോസിന് പോലും പറ്റണില്ല. പുതിയ തലമുറയിൽ എത്ര ബ്രോസ് ഉണ്ട് ഇങ്ങനെ ഒരു 50 വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പ് വരാൻ. ഞാൻ പ്രായമായി കേട്ടോ, ഞാൻ പഴയ ആളാണ്. 1976 എൻ്റെ ജനനം. ഞാനിപ്പോഴും ഞാൻ ധൈര്യമായിട്ട് വന്നത് അതുകൊണ്ടാണ്. ആര് വരും? പിന്നെ ഏത് പുതിയ ബ്രോസ് പറഞ്ഞു? അപ്പോൾ പുതിയ ബ്രോസിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടല്ലേ? എന്തുകൊണ്ട്? കാരണം പുതിയ പിള്ളേരൊക്കെ കോടികളാണല്ലോ വാങ്ങണത്. 100, 150, 300 കോടി രൂപ ബഡ്ജറ്റിലാണല്ലോ സിനിമ ഒരുക്കുന്നത്. അതിൻ്റെ പ്രോഫിറ്റ് ഓഫ് ലെവൽ കളക്ഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഓഫ് ലെവൽ കൊണ്ടുവരുമ്പോൾ കോടികൾ വരില്ലേ? നിങ്ങൾക്ക് എന്താ ഇവർ വരാത്തത്? നിങ്ങളുടെ സിനിമയുടെ ഒരു ഫ്രെയിമിലെങ്കിലും PK റോസിയെക്കുറിച്ച് എഴുതി കാണിക്കാത്തത്? എല്ലാ സിനിമയും ചെയ്യുമ്പോഴും അതിൻ്റെ ആദ്യത്തെ കടപ്പാട് മദർ PK റോസി എന്ന് നിങ്ങൾ എഴുതി കാണിക്കാത്തത്? കാണിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ജാതി വ്യവസ്ഥയും മതവ്യവസ്ഥയും അനുവദിക്കില്ല.
2025 പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഇതിനെല്ലാം വേണ്ടി ഒരു ചെറിയ കലാകാരൻ എന്നുള്ള ഒരു ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി എല്ലാ കലാകാരന്മാർക്കും വേണ്ടി, എല്ലാ കലാകാരികൾക്ക് വേണ്ടി, ചിലർക്ക് ഇത് അറിഞ്ഞേകൂടാ, പുതിയ തലമുറയിലെ പലർക്ക് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാനോ ഒന്നും നോക്കാം ആരും തയ്യാറല്ലല്ലോ, എല്ലാവരും തിരക്കിലല്ലേ, പണം മാത്രം മതിയല്ലോ. അവർക്ക് വേണ്ടി 2025 ഞാൻ PK റോസി, അതായത് പൗലോസ് കുഞ്ഞ് റോസി, അവരുടെ കുടുംബത്തിനോടും, അവരുടെ കുടുംബം ഇപ്പോൾ എവിടെയാണെന്നറിയില്ല, നാറൂലിൻ്റെ എവിടെയാണ്, അവരുടെ മക്കൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അറിയാമായിരിക്കാം ചിലർക്ക്, പക്ഷെ ആരും അറിഞ്ഞായിട്ട് അറിയില്ല. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് സമക്ഷം ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇത്തിരി ലെവൽ തെറ്റിയവർ, ഇത്തിരി ഒരു കുറച്ച് കുഴപ്പമുള്ള ആളാണ് എന്നാണ് എന്നെക്കുറിച്ച് എല്ലാവരും പറയാറ്. ഇച്ചിരി പ്രശ്നമുള്ള ആളാണ് ഞാൻ. അത് ഫാമിലിക്കാർ പറയും, നാട്ടുകാർ പറയുന്നുണ്ട്, വീട്ടിലും ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട്, ചെറിയ ഒരു നെറ്റ് തെറ്റിയ ആളാണ്. അപ്പോൾ അങ്ങനെ, പക്ഷെ ഞങ്ങളെപ്പോലെ നെറ്റ് തെറ്റിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമൂഹത്തിനൊക്കെ അത്ര വെറുപ്പുള്ള നമ്മളെപ്പോലെ ഉള്ളവർ നിങ്ങളെപ്പോലെയുള്ള ഓർമ്മിക്കാനും ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഞങ്ങൾ സമ്പത്തൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഒത്തുമില്ല, പക്ഷെ ഞങ്ങൾ നിങ്ങളെ ഇതുപോലെയെങ്കിലും ബ്ലോഗ് വഴിയെങ്കിലും ഓർമ്മിക്കും. അതുകൊണ്ട് ഈ 2025 മലയാള സിനിമ ഇന്ന് 10,000 കോടിയിലോട്ട് കുതിക്കുമ്പോഴും മലയാള സിനിമാ നടിമാരിൽ മുന്തിയ നടിമാരൊക്കെ മിനിമം 25 ലക്ഷം മുതൽ 20 കോടി രൂപ വരെ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോഴും, എത്തി നിൽക്കാൻ കാരണം PK റോസി എന്ന് പറയുന്ന നടിയെടുത്ത റിസ്ക് തന്നെയാണ്. ആ അവർക്കൊക്കെ ഓർമ്മിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രിയ PK റോസിയുടെ കുടുംബത്തിനോടും എല്ലാവർക്കും വേണ്ടി മലയാള ഇൻഡസ്ട്രിയിലൊന്നും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ക്ഷമാപണം നിരത്തുകയും നിങ്ങളെ ഓർമ്മിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവരോട് ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു. അത് ഉണ്ടാകുകയും ചെയ്യുമെന്ന് പറയുന്നു. 2025 മുതൽ ഞാനിനി എല്ലാ വർഷവും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും എൻ്റെ ശ്വാസം വരുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മെമ്മറി കുറഞ്ഞു പോയില്ല എങ്കിൽ, ചിലപ്പോൾ നമ്മൾ പ്രായം ചെല്ലുമ്പോൾ അൾസൈമേഴ്സൊക്കെ വരുമല്ലോ, ഇല്ല എങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നിന്ന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഡാറ്റ ഇടാനൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഞാനിതുപോലെ വീഡിയോ ചെയ്യും, ഞാൻ നിങ്ങളെ മുമ്പ് വരും, ഞാൻ നിങ്ങളെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കും. എനിക്ക് ഫണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവാർഡ് വച്ചിരിക്കും. അവാർഡല്ല, അത് ചെറിയ രീതിയല്ല, അത് ആ ചെയ്യേണ്ട രീതിയിൽ ചെയ്യും. അത് ഞാൻ അതിനുള്ള പബ്ലിസിറ്റി കൊടുക്കും. ഞാൻ എല്ലായിടത്തും നിങ്ങളെ പതിപ്പിച്ചു വയ്ക്കും. കാരണം അടിസ്ഥാനം ഇട്ടത് അടിസ്ഥാനം തന്നെയാണ്. ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും കറണ്ട് കണ്ടുപിടിച്ചത് ഇന്ന ആളെന്ന് പറഞ്ഞാൽ അത്ര തന്നെ, ബൾബ് കണ്ടുപിടിച്ചത് ഇന്ന ആളെന്ന് പറഞ്ഞാൽ അത്ര തന്നെ, ലോകം മൊത്തവും നെറ്റ് കണ്ടുപിടിച്ചത് ഇന്ന ആളെന്ന് പറഞ്ഞാൽ അത് അയാൾ തന്നെ. ആർക്കും മാറ്റാൻ പറ്റില്ല. ജാതി മതം പറഞ്ഞ് ഓർമ്മിക്കാൻ പറ്റിയില്ല പേരിൽ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലിട്ട് നിങ്ങൾ പുഴുങ്ങിയാലും നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം അവർ വഴി വന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മലയാള ഇൻഡസ്ട്രിയിൽ അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ചിലരെ കൂടെ ഞാൻ ഓർമ്മിക്കുന്നു. പിന്നീട് 2025 തിക്കുറിശ്ശി സുകുമാരൻ, അയാളുടെ അദ്ദേഹത്തിൻ്റെ വാല് ഞാൻ പറയണില്ല, അത് ശരിയല്ല, എനിക്കിനി ശരിയല്ല എന്ന് തോന്നുന്നു. തിക്കുറിശ്ശി സുകുമാരൻ എന്ന് പറയുന്ന ലെജൻഡ്, പിന്നെ മധുചേട്ടൻ, നസീർ സാറ്, വിൻസെൻ്റ് ഏട്ടൻ നേരത്തെ മരിച്ചുപോയി, രാഘവൻ സാറ്, സത്യൻ, ഇങ്ങനെ കിടക്കണു. പിന്നെ നമ്മുടെ കോമഡി നടന്മാർ ബഹദൂർ സാറ്, പിന്നെ അടൂർ ഫാസി സാറ്, പിന്നെ ഇതിനൊപ്പമുള്ള കുറേ ആർട്ടിസ്റ്റുകൾ, ഇവരെല്ലാവരെയും ഞാൻ എടുത്തു പറയണില്ല. PK റോസി, നെയ്യാറ്റിൻകര കോമളം, പിന്നെ ഈ അടുത്ത കാലത്ത് കോവളത്ത് മരിച്ചു കഴിഞ്ഞാൽ ഒരു പേര് പെട്ടെന്ന് വിട്ടുപോയി, എനിക്ക് ഓർമ്മ പറയണില്ല. അവർ ഷീലാമ്മ, പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്തൊന്നും നടിമാർ, ഇവരെല്ലാവരും അന്ന് അതിജീവിക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടെന്ന് പറയണേക്കാം. ഷീലാമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ടോയ്ലറ്റിൽ പോലും മറ്റേ കുഴി കുത്തിയിട്ടാണ് ടോയ്ലറ്റിൽ പോകണമെന്ന്. മനസ്സിലായോ? അത്ര സൗകര്യത്തിലൊക്കെ അവരൊക്കെ അങ്ങനെ വന്നവരാണ്. അവരൊക്കെ കൂടെയാണ് ഇന്ന് ഇൻഡസ്ട്രി വളർത്തി കാരവല്ല് വന്നിരിക്കുന്നത്, കാരവല്ല്. എന്നിട്ട് ഡെയിലി ഇപ്പോൾ പ്രശ്നമാണ്. എല്ലാ സെറ്റപ്പും വന്നപ്പോൾ ഡെയിലി വിഷയങ്ങളും കൊണ്ട്, അന്ന് ഈ വിഷയങ്ങൾ കുറവായിരുന്നു എന്ന് തോന്നുന്നു. പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോട്ട് ഞങ്ങൾ നടക്കില്ല. ഇവരെയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് 200 ചിത്രങ്ങൾ ഒരു വർഷം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. ബഡ്ജറ്റ് 700 മുതൽ 1000 കോടി രൂപ കണക്ക്, അതിൽ കൂടുതൽ വരും, 1500 കോടി വരും. അതിൻ്റെ റിട്ടേൺ കളക്ഷനും മറ്റ് സാറ്റലൈറ്റും എല്ലാം കൂടെ പല സിനിമകളും കൂടെ 2500 മുതൽ 5000 കോടി വരെ പടം മറ്റ് ബിസിനസ്സുമാണ്. പല പടങ്ങളും, ഇത്രയും പടങ്ങളൊക്കെ പൊളിയണമെന്ന് പറയുമ്പോഴും വീണ്ടും സിനിമകൾ നിർമ്മിക്കുകയാണ്, സിനിമകൾ ഇറങ്ങുകയാണ്. എങ്ങനെയാണ് ആ ഫണ്ട് വരണമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും.
അതെന്തുകൊണ്ട് വരണമെന്നൊന്നും ഞാൻ പറയണില്ല. ഇനി അടുത്ത ഈ വർഷത്തെ 2025 മലയാള സിനിമയുടെ ബഡ്ജറ്റ് 2000 മുതൽ 5000 കോടി വരെയാണ്. ബേസ് പറയണത് 10000 കോടിയിലെത്തും. കാരണം 1000 കോടി വരെ സിനിമ പ്രഖ്യാപിച്ചു കഴിഞ്ഞ്. എമ്പുര 250 കോടിയാണ്. 5 സിനിമ അങ്ങനെ വന്നാൽ മതി. നോക്കിയൊക്കെ 2500 കോടി രൂപയായി, 1250 കോടി രൂപയായി. 1000 കോടി രൂപയുടെ സിനിമ വരണം. പാൻ വേൾഡിലോട്ട് മലയാള സിനിമ പോകുന്നു. ഇതെല്ലാം പോകുമ്പോഴും ഈ നടന്മാരും നടിമാരും ഇതുപോലെയുള്ള നമ്മൾ അടിസ്ഥാനമുള്ളവർ ആരെയും ഓർമ്മിപ്പിക്കുന്നില്ല. അവർക്ക് താല്പര്യവുമില്ല. പക്ഷേ അവർക്കെല്ലാവർക്കും വേണ്ടി കോടികൾ വാങ്ങിച്ച് അതിനകത്തിരുന്ന് സുഖിച്ചുറങ്ങി ഉണ്ട് പാരമ്പര്യമായിട്ട് ബെൻസിലും ജാഗ്വാറിലൊക്കെ കറങ്ങുമ്പോഴും ചാർട്ട് ചെയ്ത സ്വന്തം വിമാനത്തിൽ പോകുമ്പോഴും നിങ്ങൾ ചാർട്ട് ചെയ്ത ഹെലികോപ്റ്ററിൽ ഇറങ്ങുമ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവന്നത് PK റോസി എന്ന നടിയും ഡാനിയൽ നാടാർ എന്ന് പറയുന്ന ഈ മനുഷ്യനും പിന്നെ അവരെ ഒപ്പം നിന്ന സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബവും അന്നത്തെ ആ നാട്ടുകാരും. തിയേറ്റർ കത്തിച്ച് ഓടിച്ച നാട്ടുകാരെ കുറിച്ചല്ല പറയണത്. എല്ലാവർക്കും മലയാള സിനിമയുടെ പേരിൽ അഭിനന്ദനങ്ങൾ. 2025 നിങ്ങളെ ഓർമ്മിക്കാൻ ഞങ്ങളെപ്പോലെ ചിലരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട് പ്രിയ എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെ അടുത്ത് ഞാൻ പറയുന്നു, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പക്ഷേ വരുന്നതൊക്കെ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളായിരിക്കും. ഇത് തുടരും. ഇപ്പോൾ ഇന്ന് 2025 ന്യൂ ഇയർ 1-ാം തീയതി ഞാൻ ഈ വീഡിയോ ചെയ്യണം. ഇത് ഞാൻ നാളെ മറ്റന്നാളും കൊണ്ട് അപ്ഡേറ്റ് ചെയ്യും. ഇത് ഞാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്, ഞാൻ എപ്പോഴും ഗൂഗിൾ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട്. നമ്മളെന്തായാലും നെറ്റിലാണല്ലോ ഇതെല്ലാം കളിക്കുന്നത്. പക്ഷേ നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഒരു വാക്ക് പോലും പറഞ്ഞായിട്ട് എനിക്കറിയില്ല. ഏറ്റവും തലതൊട്ടപ്പന്മാരെന്നിരിക്കണമെന്ന് പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും പോലും ഞാൻ അവരുടെയും കണ്ടിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അവരെന്തെങ്കിലും ഈ ഒരു ദിവസമെങ്കിലും ഓർമ്മിക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ആ പുതിയ പിള്ളേരെ ഞാൻ വിടുന്നു. തലതൊട്ടപ്പന്മാരാണ്. മോഹൻലാലിന് 45 വർഷത്തെ എക്സ്പീരിയൻസായി. ബൊറോസ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ സ്വന്തം ഡയറക്ഷനിൽ ഇറങ്ങി കഴിഞ്ഞു. മമ്മൂട്ടിയാണെങ്കിൽ സിനിമാ കമ്പനി വെച്ച് 10 പടത്തിൽ 8 ഹിറ്റ് അടിച്ച് പണം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവരെ രണ്ടുപേരും ഓർമ്മിക്കണമെന്ന് പറഞ്ഞാൽ ഇവരാണ് ഇന്ത്യൻ ഈ കേരള ഇൻഡസ്ട്രിയിലെ ടോപ്പേഴ്സ്, പഴയതിലെ ടോപ്പേഴ്സ്. അപ്പോൾ അവർ പോലും ഒന്നും ഓർമ്മിക്കണമെന്നില്ല. പക്ഷേ ഗൂഗിൾ ഓർമ്മിക്കുന്നുണ്ട് കേട്ടോ. ഗൂഗിളിന് ചരിത്രമാണ് ആവശ്യം. കാരണം അവൻ ചരിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ട്. നമുക്കത് നമ്മളെ പിള്ളേർക്ക് അല്ലെങ്കിൽ നമുക്ക് ആർക്കും അത് മനസ്സിലാവില്ല. അവൻ ഡാറ്റ സൂക്ഷിക്കും. നാളെ നിങ്ങൾ ചത്താൽ ഇപ്പോൾ ഇരുന്ന് ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെയും ഡാറ്റ അവൻ സൂക്ഷിക്കും. കാരണം അവനറിയാം അത് നാളത്തെ ഇൻകമാണ്, നാളത്തെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് സൂക്ഷിക്കുന്നത് തൽക്കാലം ഇൻകം ആയിരിക്കില്ല, നാളത്തെ ഇൻകമാണെന്ന് ഗൂഗിളിൽ നന്നായിട്ട് അറിയാം കേട്ടോ. എൻ്റെ പ്രേക്ഷകരെ, പുതിയ തലമുറയിലെ പ്രേക്ഷകരെ, പുതിയ തലമുറ ബ്രോസ്, ഇപ്പോൾ അങ്ങനെയാണല്ലോ ബ്രോസെ, സിംഹക്കുട്ടി ബ്രോസെ, നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോന്നും കാണുമ്പോഴും എന്തിനെ നിശ്ചിതമായിട്ട് വിമർശിക്കാതെ അതിൻ്റെ അടിസ്ഥാനത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി അതിൻ്റെ ബേസ് എവിടെയെന്ന് മനസ്സിലാക്കി നിങ്ങളിൽ കഴിവുള്ള പിള്ളേരാണ് അധികം ഇന്നത്തെ കാലത്ത്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓർമ്മിക്കുക, പല കാര്യങ്ങൾ ചെയ്യുക, പലതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, റിസ്ക് എടുത്തുകൊണ്ടേയിരിക്കുക. സേഫ്റ്റി ലൈഫ് മാത്രമായിട്ട് ജീവിക്കരുത്. അത് സാധാരണക്കാരൻ്റെ ഈ റിസ്ക് എടുക്കാൻ കഴിവില്ലാത്ത, സ്കില്ലില്ലാത്ത ഒരു ജോലിയാണ് സാധാ ജോലി വാങ്ങിച്ച ആയുസ്സുകാലം. അവൻ കുറേ ഒരു വട്ടം വരച്ചിട്ട് ഒരു കിണറിനകത്ത് ചാടിയിട്ട് അതിനകത്താണ് ലോകം എന്ന് പറഞ്ഞാണ് അവൻ ജീവിക്കുന്നത്. അവൻ അത്യാവശ്യം വരുമാനം, അതിനകത്തൊരു ലോകം, അങ്ങനെ ഒരു സമൂഹത്തിലൂടെ കെട്ടിപ്പച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും അങ്ങനെ അല്ലാതെ കൂടുതൽ ആഴങ്ങളിലോട്ട് ഇറങ്ങുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതായത് പുതിയ ബ്രോസിന് വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ ആരെയും മറക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അതിൽ എനിക്ക് ഉറപ്പുണ്ട്, പുതിയ തലമുറയിലെ ഒരു 20% കുട്ടികൾക്കും ജാതി മതമൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയിൽ എത്ര പേര് അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് സഹിച്ചൊക്കെ അതിൻ്റെ കൂടെ നിൽക്കണമെങ്കിലും 20% കുട്ടികളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ഒരു 30% പെൺകുട്ടികൾക്ക് ഇപ്പോൾ ജാതി മതവും കുറഞ്ഞുകൊണ്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെങ്കിലും നാളെ ഇവരെയൊക്കെ ഓർമ്മിക്കുക. വലിയ വലിയ പ്രോജക്റ്റ് ഇവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇവരെ ആദരിക്കുക, ഇവരെയൊക്കെ മക്കളെ കണ്ടെത്തുക, ഇവിടുത്തെ കുടുംബത്തെ ആദരിക്കുക, അവർക്ക് വേണ്ടി വലിയ വലിയ ഫംഗ്ഷൻ നടത്തുക. അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കണമെങ്കിൽ ആ കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കണം. ചെറിയ രീതിയിലല്ല, അവൻ്റെ വീട്ടിൽ ബെൻസ് ഇറക്കി കൊടുക്കണം, അവൻ്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും. കാരണം അത്ര കോടികളല്ലേ നമ്മൾ വാരണത്. 10,000 കോടി രൂപയുടെ ബിസിനസ്സിലെത്തിയില്ലേ, പിന്നെ ഒരു 2 കോടിയോ 3 കോടിയോ ഡാനിയലിൻ്റെ കുടുംബത്തിന് കൊടുത്താൽ എന്താ ഈ നടന്മാർക്ക്? ഇനി 2-3 കോടിയോ PK റോസിയുടെ കുടുംബത്തിന് കൊടുത്താൽ എന്താ നടിമാർക്ക്? സംഘടനകളങ്ങ് വാരിക്കോരി ഉണ്ടാക്കണമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതുപോലെ എല്ലാവർക്കും ചെയ്യാം. പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. റോസിയുടെയും ഡാനിയലിൻ്റെയും കുടുംബത്തിനും അന്നത്തെ ഇതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന എല്ലാവർക്കും 2025 നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെപ്പോലെ ഉള്ളവരുണ്ട്, നൊബക്സോളെ പോലുള്ളവരുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഞാൻ വീണ്ടും തുടർന്നും വരുന്നുണ്ട്. ഇതുപോലെ നമ്മളെ വിട്ടുപോയ സിനിമകളെക്കുറിച്ചും നല്ല ചിത്രങ്ങളെക്കുറിച്ചും നല്ല ചിത്രങ്ങൾ പരാജയപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഞാൻ വരുന്നുണ്ട്, ഘട്ടഘട്ടമായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും 2025 ഹാപ്പി ന്യൂ ഇയർ. അടിച്ചു പൊളിക്കുക. പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും നാളെ എൻ്റെ വീട് ജപ്തിയാണ്. നാളെ ഇവിടെ ബാങ്ക് വരുന്നുണ്ട്, ബോർഡ് വയ്ക്കും. ഇതൊരു വീടല്ല, ഇത് ഞാൻ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചതാണ്. അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ കോവിഡ് വന്നു, പരാജയപ്പെട്ടു, വലിയ ലോൺ ബാധ്യതയായി. ആ ബാധ്യതയുടെ ഇടയിൽ നാളെ രാവിലെ എൻ്റെ വീട് 1 മണിക്ക് ഈ പ്രോപ്പർട്ടി എല്ലാം ബാങ്കുകാർ, കാരണം നേരത്തെ നോട്ടീസ് വന്നു, നേരത്തെ വീണ്ടും ഇത് ചെയ്തു, വീണ്ടും 2 പ്രാവശ്യം ഞാൻ മാറ്റി ചോദിച്ചു, 5 ദിവസം മാറ്റി കിട്ടി. പക്ഷേ എനിക്കിപ്പോഴും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നാളെ ഇതെല്ലാം ബാങ്കുകാരുടെ കയ്യിലോട്ട് പോവുകയാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും എനിക്കെന്തോ ഇന്ന് ഗൂഗിളിൽ കണ്ടപ്പോൾ, PK റോസി ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ പ്രശ്നങ്ങളല്ല അതിനകത്തുള്ള ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടും എനിക്കിത് ചെയ്യാമെങ്കിൽ, നിങ്ങളൊക്കെ പുതിയ നിങ്ങളൊക്കെ വലിയ വരുമാനമില്ലേ പിള്ളേർക്കൊക്കെ, നിങ്ങൾക്ക് റിസ്ക് എടുത്താൽ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാം. ഉയരങ്ങൾ കീഴടക്കട്ടെ. മലയാള ഇൻഡസ്ട്രി $1000 കോടി 84,000 കോടി രൂപ ബിസിനസ്സിലോട്ട് അടുത്ത 10 വർഷത്തിനകത്ത് വളർന്നെത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, പ്രിയ ഓർമ്മിപ്പിക്കാത്ത ജാതിസ്വവും മതവും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഉള്ളിൽ നടക്കുന്ന പ്രിയ നടിമാരെ നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കാൻ നിങ്ങൾക്ക് എല്ലാം പ്രകൃതി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി 2025. നൊവക്സോളോ സൈനിങ് ഓഫ്.